ശരിക്കും 20 year എക്സ്പീരിയൻസ് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടല്ല, അതൊരു കേഴ്സ് ആയിട്ടാണ് മാറുക. കാരണം ഒരു ബാഗേജോട് കൂടിയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. 4 lakh അവർ വിശ്വസിക്കുന്ന കൈകളിൽ ഏൽപ്പിക്കുള്ളൂ. 5,000 രൂപക്ക് ഒരാൾ ആഡ് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഈ 4 lakh സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ല. മേ ബി 5 lakh മുകളിൽ എന്ത് എക്സ്ട്രാ അവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മേ ബി you can take 8% or 5%, maybe 10%, depends on the product. ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എത്ര റവന്യൂ എക്സ്പെക്ട് ചെയ്യാം? ഓക്കെ, ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാം. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് മിനിമം ഒരു റീറ്റെയിനർ ഫീ വാങ്ങിക്കാറുണ്ട്. അതൊരു 60,000 ചാർജ് ചെയ്യാറ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ആഡ് സ്പെൻഡിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെയോ ഒരു പെർസെൻറ്റേജ് നമ്മൾ കളക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലയൻറ്റ് 10 lakhs സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 lakhs വരെ ഒരു 60,000 rupees റീറ്റെയിനർ. ഇപ്പം 1 lakh സ്പെൻഡ് ചെയ്താലും 2 lakh സ്പെൻഡ് ചെയ്താലും 3 lakh സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും അവരൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള റീറ്റെയിനർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോസ്റ്റ്. ആൻഡ് ദെൻ ഫ്രം 3 lakhs to 10 lakhs ആ ഒരു 7 lakhsന് ചിലപ്പോൾ 8% ആയിരിക്കും, ചിലപ്പോൾ 10% ആയിരിക്കും വാങ്ങിക്കുക. അപ്പോൾ 10% ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 70,000 rupees ചാർജ് ചെയ്യാം ആൻഡ് റീറ്റെയിനർ 60,000 rupees ആൻഡ് ഓൾ ടുഗദർ ഒരു 1.3 lakhs എക്സ്പെക്ട് ചെയ്യാം പെർ മന്ത്. ഈ മാർക്കറ്റിൽ 20,000 30,000 കിട്ടുന്ന ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉള്ളപ്പോൾ എന്തിന് 1 lakh ഞാൻ പേ ചെയ്യണം? ഓക്കെ, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ സെയിം ഒരു 10 lakh സ്പെൻഡ് ചെയ്യുന്ന ഒരു കേസിൽ പറയാം. ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ 10 lakhs സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കൊരു റിട്ടേൺ ഓവർ ആഡ് സ്പെൻഡ് അതൊരു 3.5 എക്സ്പെക്ട് ചെയ്യാം. ലൈക്ക് ഇത് റഫ് ഫിഗർ ആണ് പറയുന്നത്. ഇപ്പോൾ 3.5 times ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ 10 lakhs സ്പെൻഡ് ചെയ്യുന്നു ആൻഡ് 3.5 times 10 lakhs 35 lakhs ആണ് ഒരു സീസൺഡ് ഡിജിറ്റൽ മാർക്കറ്റർ റവന്യൂ ജനറേറ്റ് ചെയ്യുക. ഇതേ 10 lakhs ഒരു മേ ബി അത്രയും എക്സ്പീരിയൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് മാത്രമല്ല ഇതിൽ അവരുടെ സ്കിൽ സെറ്റ്, ഇപ്പോൾ ലെറ്റ്സ് 3 years എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ അപ് ടു ഡേറ്റ് ആയിട്ട് സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂടി ഈ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 times ഒക്കെ ആയിരിക്കും റോസ് വരുന്നത്. അപ്പോൾ ഒരു ഡിഫറൻസ് നോക്കുക. അപ്പോൾ 2 ROAS തന്നെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 10 lakhs സ്പെൻഡ് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 20 lakhs ആണ്. ഇനി ഇതൊന്ന് ഡിഫറൻസ് കമ്പയർ ചെയ്തേക്കും. ഒരാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 10 lakhs സ്പെൻഡ് ചെയ്യുമ്പോൾ 20 lakhs റവന്യൂ വരും. അടുത്ത ആൾ സ്പെൻഡ് ചെയ്യുമ്പോൾ 10 lakhs സ്പെൻഡ് ചെയ്യുമ്പോൾ 35 lakhs വരും. ഇവിടെ ഡിഫറൻസ് ക്ലയന്റിന്റെ സൈഡിൽ 15 lakhs ആണ്. ആ എക്സ്ട്രാ കിട്ടുന്ന ഒരു 15 lakhs റവന്യൂന്റെ ബേസിക്കലി 10% പോലും അല്ല 1.3 lakh. അപ്പൊ ആക്ച്വലി അവർക്ക് കിട്ടുന്ന റവന്യൂല് ജമ്പ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 1.3 lakhs പെർ മന്ത് ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. മനസ്സിലായി. അപ്പോൾ ഈ 20 മിനിമം റേഞ്ച് വാങ്ങുന്ന ഒരു 3+ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടാവും. അവർക്ക് എങ്ങനെ ഈ ചെയ്യാൻ പറ്റും ചേഞ്ച്, സാലറി ചേഞ്ച് അല്ലെങ്കിൽ ഫ്രീലാൻസിങ് ഇൻകം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഡെവലപ്പറെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം AI വന്നപ്പോൾ ഡെഫിനറ്റ്ലി ഡെവലപ്പറെ പിന്നെ പേ കാര്യങ്ങളൊക്കെ ലൈക്ക് കുറേ ഡെവലപ്പേഴ്സിന് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം കഴിഞ്ഞൊരു 3 വർഷം മുന്നേ ഉള്ള UI/UX അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം സ്ട്രക്ചർ അല്ല ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. കഴിഞ്ഞൊരു 4-5 വർഷമായിട്ടാണ് വന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്യാമ്പയിൻസ്. മേ ബി പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ആവട്ടെ, ഞാൻ ഗൂഗിൾ ആഡ്സിൻ്റെ കേസിലാണ് പറയുന്നത്, പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ആവട്ടെ, അല്ലെങ്കിൽ ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ ആവട്ടെ, വെരി റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള AI Max ആവട്ടെ, ഇത് പുതിയ ക്യാമ്പയിൻ ടൈപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കൺവേർഷൻ ക്യാമ്പയിൻ. ലെറ്റ്സ് ഞാനൊരു 2018 വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ വാസ് വെരി കോൺഫിഡൻറ്റ് വിത്ത് വീഡിയോ കൺവേർഷൻ ക്യാമ്പയിൻ. അതിൽ കുറേ ഇൻഡൾജ് ചെയ്ത് അതിലൊരു എക്സ്പെർട്ടൈസ് ബിൽഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ വീഡിയോ കൺവേർഷൻ ക്യാമ്പയിൻസ് ഇല്ല, നമുക്ക് ഡിമാൻഡ് ജെൻ ക്യാമ്പയിൻ ഉള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റർ ആയിരിക്കെ ചിലപ്പോൾ 10 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കുറേ മുന്നേ ഉള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഒരു 3 year എക്സ്പീരിയൻസ് ഉള്ള ആളാണ് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നിക്സ് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു AI എങ്ങനെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒക്കെ സ്വയം എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി ക്യാൻ റിയലി കോമ്പീറ്റ് വിത്ത് വെൽ എക്സ്പീരിയൻസ് 15 years. ശരിക്കും 20 year എക്സ്പീരിയൻസ് ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആയിട്ടല്ല, അതൊരു കേഴ്സ് ആയിട്ടാണ് മാറുക. കാരണം ഒരു ബാഗേജോട് കൂടിയായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. ഒരു പഴയ പ്രിമിറ്റീവ് മേ ബി സെർച്ച് ആർട്സിൽ മാത്രം കൂടുതൽ ഫോക്കസ് ചെയ്യാം. പെർഫോമൻസ് മാക്സും ഡിമാൻഡ് ജെന്നും കുറേ ഇതിപ്പോൾ ഒരു 10 വർഷമായിട്ട് അവരത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇതിലോട്ട് ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പം ഒരു പുതിയ ടെക്നോളജി വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഓപ്പണായി വന്നേക്കുന്നതല്ലേ? എക്സാക്ട്ലി. ഇപ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും AI നമ്മൾ ടേക്ക് ഓവർ ചെയ്തൊരു ബിസിനസ് കൂടി പഠിച്ച് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ
അവരെക്കാളും സാലറി വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എക്സാക്ട്ലി. ജസ്റ്റ് ഇതാണ് അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, അഗൈൻ സെയിം എക്സാമ്പിളിലോട്ട് പോകണമെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? ഓക്കെ, മേ ബി എത്ര പെട്ടെന്ന് ഒരു ഫീച്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഓക്കെ, അല്ലെങ്കിൽ അത് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, പേഴ്സൺ എക്ക് കൊടുക്കുന്നു 10 lakhs കൊടുക്കാൻ, ലൈക്ക് 1 lakh സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നു, റവന്യൂ ഇത്ര. പേഴ്സൺ ബിക്ക് 1 lakh സ്പെൻഡ് ചെയ്യാൻ കൊടുക്കുന്നു, റവന്യൂ ഇത്ര. അപ്പം ഇവിടെ എക്സ്പീരിയൻസ് ശരിക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരില്ല, റിസൾട്ട്സിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കും. ഇപ്പം 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആള് ഇഫ് ഹി ഈസ് ഏബിൾ ടു ഗെറ്റ് ഗുഡ് റിസൾട്ട്സ് ദാറ്റ് വുഡ് സഫൈസ്, ഹി വിൽ ഗെറ്റ് പെയ്ഡ് വെൽ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ലയൻറ്റിനെ ഹൈ ടിക്കറ്റ് ക്ലയൻറ്റിനെ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കേരളത്തിൽ നിന്ന് ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ ക്ലയൻസിനെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഈ ഫൈവർ എന്ന പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് ഹൈ ടിക്കറ്റ് ക്ലയൻസ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഫൈവറിൽ ജസ്റ്റ് നമ്മൾ അവരുടെ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൻ പാകിസ്ഥാനിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ നമ്മൾ ഓഫർ ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ആഡ് പബ്ലിഷ് ചെയ്യാൻ 20,000 rupeesനും 5,000 rupeesനും ഈവൻ 1,000 rupeesന് വരെ അവർ റെഡിയാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ എനിക്കൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു UK, മൾട്ടിപ്പിൾ UK, ഓസ്ട്രേലിയ. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റ് ആക്ച്വലി എക്സാക്ട്ലി എൻ്റെ പ്രൊഫൈല് ഫൈവറിൽ ലിസ്റ്റ് ചെയ്ത സമയത്ത്, അത് ബേസിക്കലി ഞാൻ ഫൈവറിൽ എൻ്റെ ബെസ്റ്റ് പ്രൊജക്ട്സ് ഒന്നും ലിസ്റ്റ് ചെയ്തില്ല, ജസ്റ്റ് ഒരു പ്രസൻസിന് വേണ്ടി മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി ആയിട്ടുള്ളൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ആ പ്രൊജക്റ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, ഫൈനലി ഞാൻ ആ പ്രൊജക്റ്റ് എടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ഫിഗർ ഉണ്ടായിരുന്നു, 40 pound ആയിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് മിനിമം. 40 pound എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പീസ് ഒരു 5,000 6,000 rupees വരും. പുള്ളി പെർ ഹവർ ആണ്. പുള്ളി ലാസ്റ്റ് എനിക്ക് മാക്സിമം 15 pound തരാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നത്. 15 pound എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,750 rupees ഉണ്ടായിരിക്കും ഇന്ത്യൻ മണി പെർ ഹവർ ആണ്. ഒരു ദിവസം നിങ്ങൾ 2 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3,500 rupees ആണ് നിങ്ങൾക്ക് ഏൺ ചെയ്യുക. അത് ആക്ച്വലി ആ പ്രൊജക്റ്റിൽ ഡെയിലി 2 hours വർക്ക് ചെയ്യാൻ ഉള്ളൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഒരു 3,000 ആണ് 30 days വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 1 lakh ഫ്രം 1 client ആയി. എന്തുകൊണ്ട് അവർ 15 pound എന്ന് പറയുമ്പോൾ നമുക്ക് 2 hours 3,500 rupees പെർ ഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. നിങ്ങൾ ജസ്റ്റ് UK-യിലുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ ഒരു ബിസിനസ് ഓണറായിട്ട് ഒരു എൻക്വയറി ഇടുക, അല്ലെങ്കിൽ ജസ്റ്റ് മേ ബി ChatGPTന്റെ അടുത്തോ ഗൂഗിളിൻ്റെ അടുത്തോ ചോദിച്ചാൽ മനസ്സിലാവും. അവിടെ ആവറേജ് ഒരു ആവറേജ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊജക്റ്റിൽ അവർ വാങ്ങിക്കുന്നത് $40-50 പെർ ഹവർ ആണ്. എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ 75 pound പെർ ഹവർ വാങ്ങിക്കുന്നുണ്ട്. ഒരു ആവറേജ് 40 pound ആണ്. അപ്പം അവിടെയുള്ള ഒരാൾ 40 pound കൊടുത്തിട്ട്, ഇപ്പം UK-യിലുള്ള ഒരാൾ 40 pound കൊടുത്തിട്ട് അവിടുത്തെ ആളെ ഹയർ ചെയ്യുന്നതും സെയിം സ്കിൽ സെറ്റ്, മേ ബി ബെറ്റർ സ്കിൽ സെറ്റ് ഇന്ത്യയിൽ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഈ 40 pound-ന്റെ 1/3 ഉള്ളൂ. ആക്ച്വലി റഫ്ലി 1/3 ആണ് 15 pound എന്ന് പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രൊജക്റ്റ് കിട്ടും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ആർബിട്രേജ് കോസ്റ്റ്, ഈസിയാണ്. അതായത് ഒരു സെയിം സർവീസിന് ഹയർ പ്രൈസ് ഇൻ വൺ പ്ലേസ്, ലോവർ പ്രൈസ് ഇൻ ദ അതർ പ്ലേസ്. ഇഫ് യു ക്യാൻ ഓഫർ സെയിം ക്വാളിറ്റി ഓഫ് സർവീസ്, ഹി വിൽ പേ. ആൻഡ് ഇനി ഇന്ത്യൻ ക്ലയൻസിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു റഫ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഓക്കെ, ഒരാൾ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളായിട്ട്, 10,000-5,000 രൂപയാണ് അവർ ഓഫർ ചെയ്യുന്നത്, ആൻഡ് യു ആർ ചാർജിങ് 50,000 rupees. ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിൽ ഇപ്പോൾ 50,000 rupees പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരു 3 lakhs ഒക്കെ മന്ത്ലി ആഡ് സ്പെൻഡ് ഉള്ള ഒരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ, 3 lakhs മന്ത്ലി ആഡ് സ്പെൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി ഒരു 1 lakh എങ്കിലും ആഡ് പ്രൊഡക്ഷനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നെറ്റ് അവരുടെ ബഡ്ജറ്റ് എന്താണ്? ഇപ്പം അഗെയിൻ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പറെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരാൾ ഒരു അവറിന് 10,000 rupees ആണ് ചാർജ് ചെയ്യുന്നത്, വേറൊരാൾ 2,000 rupees ചാർജ് ചെയ്യുന്നത്. മേ ബി 2,000 rupees ചാർജ് ചെയ്യുന്ന ആളുകളിലോട്ട് പോവാം. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റർ കേസിൽ ഇത് വരില്ല. കാരണം സോഫ്റ്റ്വെയർ ഡെവലപ്പറിൽ ഇതാണ് നെറ്റ് കോസ്റ്റ്, ഡെവലപ്മെന്റ് കോസ്റ്റ് ആണ് നെറ്റ് കോസ്റ്റ് വരുന്നത്. ഡിജിറ്റൽ മാർക്കറ്റർ കേസിൽ നിങ്ങൾക്ക് തരുന്ന റീറ്റെയിനർ അല്ല നെറ്റ് കോസ്റ്റ്. അവർക്കൊരു ആഡ് സ്പെൻഡ് ഉണ്ട് 3 lakh rupees. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് 10,000 rupees, 1 lakh rupees. അപ്പോൾ 3 lakhും 1 lakhും 4 lakh അവരൊരു മന്ത്ലി സ്പെൻഡ് ചെയ്യാണ്. ഈ 4 lakh അവർ വിശ്വസിക്കുന്ന കൈകളിൽ ഏൽപ്പിക്കുള്ളൂ. 5,000 രൂപക്ക് ഒരാൾ ആഡ് പബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരിക്കലും ഈ 4 lakh സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കൊടുക്കില്ല. ഓക്കെ, ബിസിനസ് ഓണറിന്റെ പെർസ്പെക്റ്റീവിൽ ഇഫ് യു ക്യാൻ ഡു a well presentation, a good presentation in front of the business owner, definitely I mean like the results സംസാരിക്കണം, past achievement സംസാരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ you will get the project. It's maybe for 40,000, 50,000 or 60,000 rupees. ഇനി ബിസിനസ് ഓണേഴ്സിന് കുറച്ചും കൂടി ഒരു സിമ്പിൾ ടേംസ് കൊടുക്കുക, ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് ചാർജിങ് 1.2 or 2 lakh rupees upfront, മേ ബി ഇൻ ഫ്യൂച്ചറിൽ അത് പോസിബിൾ ആവും.
ഒരു മിനിമം കമ്മിറ്റ്മെന്റ്. കാരണം അവർ 5 lakh 4 lakh സ്പെൻഡ് ചെയ്യുമ്പോൾ റിസൾട്ട് എന്താണെന്ന് അറിയില്ലല്ലോ. മേ ബി നമ്മൾ ഒരു ഗ്രേറ്റ് പ്രസന്റേഷൻ കൊടുക്കാം, പക്ഷെ സ്റ്റിൽ അവർക്കൊരു സ്കെപ്റ്റിസിസം ഉണ്ടായിരിക്കും. ഇസ് ദിസ് ഗൈ ഇസ് ദ റിയൽ ഗൈ ആസ് ഇൻ ലൈക്ക് ഈ പറയുന്ന റിസൾട്ട്സ് ഒക്കെ എൻ്റെ പ്രൊജക്റ്റിൽ കൊണ്ടുവരാൻ പറ്റുമോ? ലെറ്റ്സ് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് ആണ്, ചിലപ്പോൾ വേറെ മാർക്കറ്റിൽ ലെറ്റ്സ് ദുബായിൽ റിയൽ എസ്റ്റേറ്റ് നല്ലപോലെ ചെയ്ത ആളായിരിക്കാം. അതിപ്പോൾ ഇനി ട്രിവാൻഡ്രം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സെയിം സക്സസ് ഇവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം ഇവർക്ക് ഈ മാർക്കറ്റ് അറിയോ, നല്ല രീതിയിൽ കോപ്പി ചെയ്യോ, ഐ മീൻ കോപ്പി റൈറ്റിംഗ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആഡ് ഗ്രൂപ്പും സ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് എപ്പോഴും ബിസിനസ് ഓണറിനുണ്ടായിരിക്കും. അപ്പം ഒരു ദുബായിൽ ചാർജ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഹയർ റീറ്റെയിനർ ആയിരിക്കും. ആ ഒരു റീറ്റെയിനർ അപ് ഫ്രണ്ട് ചാർജ് ചെയ്യാണ്ട് ഒരു സിമ്പിൾ പേയ്മെന്റ് സ്ട്രക്ചർ ഓഫർ ചെയ്യാം. ഓക്കെ, അപ്പം ലെറ്റ്സ് 50,000 rupees റീറ്റെയിനർ പ്ലസ് റവന്യൂവിൻ്റെ ഇത്ര പെർസെൻറ്റേജ്, അല്ലെങ്കിൽ ആഡ് സ്പെൻഡിൻ്റെ ഇത്രയും പെർസെൻറ്റേജ്. റവന്യൂവിൻ്റെ ആയി കഴിഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് വിൽ ബി വെരി glad to welcome you because റവന്യൂ ഉണ്ടെങ്കിൽ മാത്രം പേ ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ്സ് ഒരു 60,000 rupees അപ് ടു ലെറ്റ്സ് 3 lakh റവന്യൂ വരെ 60,000 rupees ഓർ മേ ബി 5 lakh റവന്യൂ വരെ. 5 lakhന്റെ മുകളിൽ കിട്ടുന്ന എവറി 1 lakh rupees ഓർ മേ ബി 5 lakhന്റെ മുകളിൽ എന്ത് എക്സ്ട്രാ അവർ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാലും മേ ബി you can take 8% or 5%, maybe 10%, depends on the product and market. Yes. Okay, മനസ്സിലായി. അപ്പോൾ അമീൻ പേഴ്സണലി എത്ര ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്? ഓക്കെ, ഞാൻ ആക്ച്വലി 6 clients ആയിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 6 clients ബേസിക്കലി നമുക്കൊരു മേ ബി ഒരു മീറ്റ് വേറെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആക്ച്വലി പ്രോപ്പറായിട്ട് 6 clients എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ പാക്ക് ചെയ്യുകയാണ്, നിങ്ങൾ എൻറ്റയർ മന്ത് പാക്ക് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ഈസിലി ഹാൻഡിൽ 6 clients. പക്ഷേ എപ്പോഴും നോട്ട് എവറിത്തിങ് ഗോ അക്കോർഡിംഗ് ടു യുവർ പ്ലാൻ. മേ ബി ഒരു ഫാമിലിയിൽ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മേ ബി പ്രൊഫഷണൽ ലൈഫിൽ തന്നെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഒരു റൂം ഫോർ എറർ കൺസിഡർ ചെയ്തിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന 4 clients ആണ്. അപ്പോൾ എവറി ഡേ ഒരു ക്ലയൻറ്റ് കോൾ ഉണ്ടായിരിക്കും. മൺഡേ ഒരു ക്ലയൻറ്റ് കോൾ, ട്യൂസ്ഡേ ഒരു ക്ലയൻറ്റ് കോൾ. ഇൻ കേസ് ട്യൂസ്ഡേൻ്റെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീക്കിൽ 6 days ആണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ വേറൊരു ദിവസത്തിലോട്ട് റീസ്കെഡ്യൂൾ ചെയ്യാം. 6 നിങ്ങളൊരു ഹാർഡ് വർക്കിംഗ് ആണ്, നിങ്ങൾക്ക് ഇതേപോലെ ഒക്കെ വെൽ സ്ട്രക്ചർ ആണെങ്കിൽ 6 clients നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. 4 ആണ് ബെസ്റ്റ്, എസ്പെഷ്യലി ഹയർ ആഡ് സ്പെൻഡ്. ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് ഉണ്ട്, ദേ ആർ സ്പെൻഡിങ് 50 lakh rupees പെർ മന്ത്. അപ്പോൾ എനിക്ക് അവിടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 4 എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വന്നത്. 6 ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇഫ് ദി ആഡ് സ്പെൻഡ് ലൈക്ക് ബഡ്ജറ്റ്, അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഡൈവേഴ്സിഫൈഡ് ആണ്. ലെറ്റ്സ് ഗൂഗിളിലുണ്ട്, മെറ്റയിലുണ്ട്, ടിക്ടോക്കിലുണ്ട്, ദെൻ ലിങ്ക്ഡിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഗോ ഫോർ 4, ഈവൻ 3 or 2 is fine. 4 clients ആകുമ്പോൾ പെർ ക്ലയൻറ്റ് എത്ര ചാർജ് ചെയ്യുന്നത്? ഞാനിപ്പോൾ പറഞ്ഞത് 10 lakhs ഒക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 1 lakh rupees എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. യെസ്, വിത്ത് അതിൻ്റെ സ്പെൻഡ് 1 lakh rupees ഞാൻ പറയുന്നത് റവന്യൂ കൂടെ, അല്ലെങ്കിൽ ആഡ് സ്പെൻഡിന്റെ ഒരു പെർസെൻറ്റേജും കൂടെ കൺസിഡർ ചെയ്തിട്ട്. റീറ്റെയിനർ മാത്രമാണെങ്കിൽ ഒരു 60,000 rupees ഓൺ ആൻ ആവറേജ് ചെയ്യാം.